അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നമ്മ സുഗതൻ നയിക്കുന്ന കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ പുളിയൻമലയിൽ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വർഗീയതക്കെതിരെ സാമൂഹ്യ ജീർണതക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നമ്മ സുഗതൻ ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ പുളിയൻമലയിൽ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 20 ഏക്കറിൽ നിന്നും ആരംഭിക്കുന്ന കാൽനട പ്രചരണ ജാഥ 23, 24, 25 തീയതികളിൽ കട്ടപ്പന ഏരിയയിൽ പര്യടനം നടത്തും. പുളിയൻമലയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ VG രാധാമണി അധ്യക്ഷയായിരുന്നു. സുധർമ്മ മോഹനൻ, ജലജ വിനോദ്, ശോഭന അപ്പു, അനിത റജി എന്നിവർ സംസാരിച്ചു. CPIM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, MC ബിജു, SS പാൽരാജ്, KA മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുളിയൻമലയിൽ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ പൊന്നമ്മ സുഗതൻ സംസാരിച്ചു. അവരോടൊപ്പം തന്നെ മറ്റൊരു വനിതാ കേഡലും ഉണ്ടായിരുന്നു. ഈ സോഫിയ ഖുറേഷി നമ്മളോട് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ സിന്ദൂർ എന്ന് പറയുന്ന പ്രക്രിയയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ BJPയുടെ ഭരണാധികാരി എന്താ പറഞ്ഞത്? സോഫിയ ഖുറേഷി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതരാഷ്ട്രവാദത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദികളുടെ സഹോദരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബിന്ദു മധുക്കുട്ടൻ, സാലി ജോളി, ഗ്രേസ് മേരി, ബീന സഹോദരൻ, അതുല്യ ഗോപേഷ്, ജിഷ ഷാജി, ആതിര ഗോപാലകൃഷ്ണൻ, മരിയ കൃഷ്ണൻ, പ്രിയ ജോമൻ, ഷീബ സുധീർ, ഓമന കൃഷ്ണപിള്ള, അമ്പിളി, സജിനി സജി എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. ശ്രമിച്ചുകൊണ്ടിരുന്നു. വർഗീയവാദികളും വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും ഊർജ മാധ്യമങ്ങളും നമ്മെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു. കാരണം ഇന്ത്യയിൽ CPMന്റെ നേതൃത്വത്തിൽ ഭരണമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ തകർക്കുവാൻ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന BJP സർക്കാരും അവരോടൊത്ത് നിൽക്കുന്ന പ്രതിപക്ഷവും ഇവർക്ക് സ്തുതി പാടുന്ന മാധ്യമങ്ങളും നമ്മെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഏത് പ്രതിസന്ധി വന്നാലും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഏരിയ സെക്രട്ടറി പൊന്നമ്മ സുഗതൻ ക്യാപ്റ്റനും ഏരിയ പ്രസിഡന്റ് ജലജ വിനോദ് വൈസ് ക്യാപ്റ്റനുമായുള്ള കാൽനട ജാഥ 25 കാഞ്ചേരി സമാപിക്കും. 25 സമാപന സമ്മേളനം മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.